അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇപ്പോൾ വിപുലമായ ചർച്ചകൾ, സമിതി രൂപീകരണം, കേന്ദ്ര സഹായം, അതിനുശേഷം ടൗൺഷിപ്പ് നിർമ്മാണം, ഇങ്ങനെ ഇത് ഒരു വിപുലമായ പദ്ധതിയാണ്. അതിനെടുക്കുന്ന സമയത്തെ പറ്റിയുള്ള ആശങ്കയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനുള്ള ഒരു എഫോർട്ട് ഉണ്ടാകണമല്ലോ. തീർച്ചയായും. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട BJP-യുടെ പ്രതിനിധി പറഞ്ഞത് എല്ലാവരും എല്ലാം സേഫാണ് എന്ന രൂപത്തിൽ ഈ ചർച്ച പോവുകയാണ്. എന്നാൽ മറ്റു വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന രൂപത്തിലാണ്. ഇപ്പം ഈ 10-13 ദിവസം സമാനതകളില്ലാത്ത ഐക്യത്തോടെ ഈ പുനരധിവാസം, ശരിക്കും എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനം, പുനരധിവാസ പ്രവർത്തനം വരെ നിൽക്കുന്ന പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനവും എല്ലാം എത്തി നിൽക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യാതെ പോകാൻ കഴിയുമോ? ഇതിനിടയിൽ വിഘടനം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആരൊക്കെയാണ്? അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് തർക്കത്തിലേക്ക് പോകാതെ ഈ സംഭവവികാസങ്ങളെ പിടിച്ചു നിർത്തിയത് ആരൊക്കെയാണ്? ഇതെല്ലാം പൊതുസമൂഹത്തിലുണ്ടല്ലോ. റെഡ് അലർട്ട് തന്നിരുന്നുവെന്നും 10 ദിവസം മുമ്പ് തന്നിരുന്നുവെന്നും സംസ്ഥാന ഗവൺമെന്റ് ഗൗരവത്തോടെ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് എന്ന് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പാർലമെന്റിൽ പ്രസ്താവന നടത്തിയല്ലോ. ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. പച്ച അലർട്ട്, ഗ്രീൻ അലർട്ട് മാത്രമാണ് തന്നിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ശരിക്കും അവിടെ കയ്യേറ്റക്കാരാണ് ഇതിന്റെ പ്രശ്നത്തിന് കാരണം. പാറമടകളാണ്. ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് മറ്റു പാറമടകളൊന്നും ഇല്ല എന്നും പരിസ്ഥിതി മന്ത്രി നടത്തിയ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വസ്തുതകളുമായി പുലബന്ധമില്ലാത്തതാണെന്നുള്ള വിഷയം നമ്മുടെ മുന്നിലുണ്ട്. ശാസ്ത്രജ്ഞന്മാരോട് കേരളത്തിനെതിരെ, കേരള ഗവൺമെന്റിനെതിരെ എഴുതണം എന്ന തരത്തിൽ ലേഖനം എഴുതണം എന്ന് പറഞ്ഞ് സമീപിച്ച വാർത്തയൊക്കെ പുറത്തു വന്നു. ഇത്തരത്തിൽ സംഘർഷമുണ്ടാക്കാവുന്ന, ഈ സമൂഹത്തിൽ വിഘടനവാദം ഉണ്ടാക്കാവുന്ന പല ഇടപെടൽ ഉണ്ടായിട്ടും ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് കൃത്യമായി വ്യക്തമാണ്. ആരും അതിന്റെ പുറകെ പോയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൃത്യമായി രക്ഷാപ്രവർത്തനമാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ ആളുകൾക്ക് സുരക്ഷയാണ്. അവരെ പിടിച്ചു നിർത്തുക, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അവരുടെ ജീവിതം പുനർനിർമ്മിക്കുക എന്നതാണ്. അതിന് സമയം ഇപ്പൊ 13 ദിവസമേ ആയിട്ടുള്ളൂ. പുനർനിർമ്മാണത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ കേന്ദ്ര സംഘം 3 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഈ സംഭവവികാസങ്ങളെല്ലാം അവർ കൃത്യമായി ഒപ്പിയെടുക്കുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി വന്ന് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇപ്പൊ ഇതിൽ കൃത്യമായി എയർലി സെൻസറിംഗ് സംവിധാനം, അലാം സംവിധാനങ്ങൾ, ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയുള്ള കൃത്യമായിട്ടുള്ള കാലാവസ്ഥാ പ്രവചനം, ഇവയെല്ലാം ചെയ്യാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ദുരന്തമുണ്ടായാൽ പിന്നെയാണോ ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ബഹുമാനപ്പെട്ട BJP പ്രതിനിധിയോട് ചോദിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നനച്ചിരിക്കാത്ത തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ധാരാളമുണ്ട്. ഹിമാചൽ പ്രദേശ് മണ്ണിടിച്ചിൽ, ചിന്തിക്കുമ്പോൾ വയനാടിന്റെ ഇപ്പോഴത്തെ ഭൂഘടന കൂടി പഠിക്കണം എന്നൊരു അഭിപ്രായമല്ല അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള പഠനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. ആ നടക്കുമ്പോൾ തന്നെ ഏറ്റവും ഉത്തരവാദിത്വം ചെയ്യാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഇവിടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള സ്ഥാപനങ്ങൾ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതുപോലെ ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, നാഷണൽ സിസ്മിക് സെന്റർ, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ സബ് സെന്ററുകൾ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വേണമെന്നും ഇത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കേന്ദ്ര ഗവൺമെന്റ്, കൃത്യമായി കേന്ദ്രത്തിനല്ലേ ഇത്തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള, ചട്ടപ്രകാരം മുന്നറിയിപ്പ് നൽകാനുള്ള അധികാരം? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠന വിധേയമാക്കേണ്ടതാണ് കേന്ദ്ര ഗവൺമെന്റ്. സംസ്ഥാനങ്ങൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുകയാണ് വേണ്ടത്.